സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിച്ചാൽ നമ്മൾ ക്ലൗഡ്സിലെ നമുക്ക് വോട്ട് പിടിക്കാൻ പറ്റൂ. ജനങ്ങളുടെ വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ജനമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കണം. രാജകൊട്ടാരത്തിൽ കുബേരന്മാരിരുന്ന് പ്രജകളെ ഇങ്ങനെ നീട്ടിക്കാണുന്നത് പോലെയോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു ആകർഷണീയമായ കാര്യം കൊടുക്കുന്നത് പോലെയോ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് ബേസ് മുഴുവൻ ഉണ്ടാകേണ്ടത് ജനങ്ങളുടെ കൂടിയായിരിക്കണം. അവിടെ കാലുറപ്പിച്ച് മുന്നോട്ട് പോകാത്ത ഒരു നേതൃത്വവും ശാശ്വതമായി ജനാധിപത്യത്തിൽ നിലനിൽക്കില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ PJ കുര്യൻ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ KSUവിനെയൊക്കെ വിമർശിച്ചതാണ്. അത് നല്ല രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തുമെന്ന് കരുതുന്നു. ഞാനത് അർത്ഥത്തിൽ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം നമ്മളുടെ യൂത്ത് കോൺഗ്രസ് പഴയതുപോലെ പോകണം, ജനങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉണ്ടാകണം, അതിനെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് നികത്തണം, ആ പോസിബിലിറ്റീസ് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് എൻ്റെ അനുമാനം. ശ്രീ PJ കുര്യൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിനകത്ത് കൂടി വന്നിട്ടുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടല്ല, അതേസമയം അന്നും യൂത്ത് കോൺഗ്രസിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തെ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രവണതയുണ്ട്. ആ പ്രവണതയെന്ന് പറയുന്ന ഒരു റീൽസും ഒരു നമ്മൾ സമൂഹത്തിലെ ഏറ്റവും അത്യുന്നതങ്ങളിലുള്ള ആളുകൾക്ക് ആകർഷകമായ കാര്യങ്ങളും ആ നിലയിലേക്ക് പോകുന്നതിനെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നേതാക്കൾ തുടർച്ചയായി നടത്തുന്ന ഈ റീൽസ് ഒന്നും അത്ര ഗുണകരമാവില്ല എന്ന്. അത് യൂത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല, ഈ കാലഘട്ടത്തിലെ ഒരു ശബ്ദമായിട്ടത് മാറിയിരിക്കുകയാണ്. ഏത് പാർട്ടിയെ എടുത്ത് നോക്കിയോളൂ, ആ പാർട്ടിയിലെല്ലാം ഇതുപോലുള്ളത് വരുന്നുണ്ട്. അപ്പോൾ യുവജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേസമയം പഴയ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ഗ്രാമീണ പ്രദേശങ്ങളിലെ പാവപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുക, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. അങ്ങനെ ഒരു കേന്ദ്രീകൃതമായ പ്രവർത്തനമല്ലാതെ ഗ്രാമകേന്ദ്രീകരണ പ്രവർത്തനത്തിലുള്ള പോസിബിലിറ്റിയെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളെ പക്ഷേ യൂത്ത് കോൺഗ്രസ് നല്ല രീതിയിലല്ല എടുക്കുന്നത്. അദ്ദേഹത്തിന് തിരിച്ച് മറുപടി കൊടുക്കുന്ന അല്ലെങ്കിൽ വളരെ രൂക്ഷം അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊന്നും ശരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം വാഗ്വാദത്തിന് വേണ്ടി പറഞ്ഞതായിരിക്കില്ല എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ, ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്താൻ കഴിയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, കേരളത്തിൽ തന്നെ അതിദീർഘകാലമായിട്ട് ബഹുജന സമ്പർക്കങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു അഡ്വൈസായിട്ട് അതിനെ എടുത്താൽ മതി. അതിനെ അല്ലാതെ നശീകരണ പ്രവർത്തനത്തോടു കൂടി ഒരു രാസപ്രകടനം നടത്തുകയാണ് എന്നുള്ള നിലയിലേക്ക് അതെടുക്കുകയേ വേണ്ട. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോലും ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുന്നുണ്ട്. അതായത് സമൂഹ മാധ്യമം ഫേസ്ബുക്ക് വഴിയൊക്കെ വളരെ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോലും പോകുന്നത്. അത് ശരിയാണോ? അത് തന്നെയായിരിക്കും അദ്ദേഹം ഉന്നം വെച്ചത്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിച്ചാൽ നമ്മൾ ക്ലൗഡ്സിലെ നമുക്ക് വോട്ട് പിടിക്കാൻ പറ്റൂ. ജനങ്ങളുടെ വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ജനമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കണം. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതുകൂടി ഒരു മാധ്യമമായി വിനിയോഗിക്കാതെ തർക്കമൊന്നുമില്ല. കാരണം ആധുനിക കാലത്ത് AI വളരെ ശക്തിപ്പെട്ടൊരു കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം അത് ബേസ് മുഴുവൻ ഉണ്ടാകേണ്ടത് ജനങ്ങളുടെ കൂടിയായിരിക്കണം. അവിടെ കാലുറപ്പിച്ച് മുന്നോട്ട് പോകാത്ത ഒരു നേതൃത്വവും ശാശ്വതമായി ജനാധിപത്യത്തിൽ നിലനിൽക്കില്ല. താൽക്കാലികമായി ഉയർന്നു നിൽക്കും, താൽക്കാലികമായി ഒരു ഡെക്കറേറ്റീവായിട്ടുള്ള രൂപത്തിൽ നിൽക്കാം. പക്ഷേ ശാശ്വതമായി ഒരു നേതാവും നിൽക്കണമെങ്കിൽ ഈ ബഹുജനങ്ങളുടെ മധ്യത്തിൽ അവരുടെ കാലുറപ്പിച്ചേ സാധ്യമാകും. ഇപ്പോൾ ഈ നടക്കുന്നത്, അതായത് ഈ അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് യൂത്ത് കോൺഗ്രസ് തുടരെ മറുപടികൾ നൽകുന്നു. അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തകരേക്ക് ഒരു നല്ല സന്ദേശം നൽകില്ലല്ലോ. അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? അതൊരു വാഗ്വാദമായിട്ട് പോകേണ്ട കാര്യമില്ല. സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നേതാവ്, നമ്മളുടെ പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം കൂടി വെച്ചുകൊണ്ട ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് നമുക്ക് വിമർശനത്തിന് കിട്ടിയൊരു കോളാണ് എന്നൊരു മട്ടിൽ അതിനെ കാണേണ്ട കാര്യമേയില്ല. അദ്ദേഹം ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ആ ഒപ്പീനിയനെക്കുറിച്ച് ആദ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ശിരസാവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യാവുന്ന ഏറ്റവും പോസിറ്റീവായ പ്രതികരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പിന്നീട് അത് ലൈൻ വിട്ടുപോയി. അതിർത്തി വിട്ട് പിന്നീട് വാഗ്വാദത്തിൻ്റെ രൂപത്തിലേക്ക് പോവുകയാണ്. അത് പോകേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ
ഇതുപോലുള്ള വാഗ്വാദങ്ങളല്ല കേരളത്തിൽ നിന്ന് ആവശ്യം. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വടി കൂടി കൊടുക്കുക മാത്രമായിരിക്കും ഈ വാഗ്വാദം കൊണ്ട് അവസാനം ഉണ്ടാകാൻ പോകുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കുക. നമ്മുടെ ലക്ഷ്യം വേറെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അവനെ നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ നടപടിയാണ് ജനാധിപത്യത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതിൽ നല്ല കഴിവുറ്റ നേതാക്കന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സംയുക്ത ശ്രമമാണ് വേണ്ടത്. യൂത്ത് കോൺഗ്രസും ആ കാര്യത്തിൽ മുൻപന്തിയിലുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ PJ കുര്യൻ്റെ ആ വിമർശനത്തിന് ഒപ്പം അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസിൻ്റെ മറുവിമർശനങ്ങൾക്കൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള PJ ജോസഫ് കൂടി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയല്ലേ? അല്ല, ഞാനതിനകത്ത് വിവാദത്തിലേക്കില്ല. ഇതെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. ചെറിയ കാലമൊന്നുമല്ല. ഒരു പുരുഷായുസ് മുഴുവൻ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നിട്ടുള്ള, ആ പ്രവർത്തനങ്ങൾക്ക് വിവിധ ഘട്ടങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ വിമർശനത്തിൻ്റെ ഒരു ഭാഗം പിടിക്കാൻ ഞാനില്ല. ഞാനതിനേക്കാൾ വ്യത്യസ്തമായ സമീപനമാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ അസോൺ ടുഡേ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്താണ് എന്ന് നോക്കുക. അതിനകത്ത് പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ നികത്തണം. ആ പോരായ്മ പരസ്യ വിവാദത്തിലൂടെ അല്ലല്ലോ നികത്തേണ്ടി വരിക. ശ്രീ PJ കുര്യൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമല്ല, അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ കാര്യമാണ്. ആ കാര്യം ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകണ്ട. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശ്രീ കുര്യൻ സാർ പറഞ്ഞതിനെക്കുറിച്ച് പോസിറ്റീവായി പ്രതികരിച്ചിട്ടുള്ളത്. ആ പ്രതികരണമാണ് പക്വതയുള്ള പ്രതികരണം. അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി വരുന്ന വിവാദങ്ങൾക്ക് കർട്ടനിടാൻ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യുവജനങ്ങൾ റീൽസ് വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കണം. അതിനവർക്ക് മാധ്യമമായി വിനിയോഗിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിലാകാം. പക്ഷേ ഇത് മാത്രമാണ് ജീവിത ലക്ഷ്യം എന്ന നിലയിൽ വന്നാൽ യഥാർത്ഥത്തിലുള്ള ജനങ്ങളിൽ നിന്ന് നമ്മൾ വളരെ അകന്നു പോകും. അത് ഒരു കാലഘട്ടത്തിലെ മഹാരാജാക്കന്മാരുടെ കാലം പോലെ നമുക്കങ്ങനെ മാറാൻ പറ്റില്ല. രാജകൊട്ടാരത്തിൽ കുബേരന്മാരിരുന്ന് പ്രജകളെ ഇങ്ങനെ നീട്ടിക്കാണുന്നത് പോലെയോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു ആകർഷണീയമായ കാര്യം കൊടുക്കുന്നത് പോലെയോ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ജനാധിപത്യത്തിൽ പോകണമെങ്കിൽ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. അത് ഉൾക്കൊള്ളണമെന്ന് വരികിൽ അവൻ്റെ കൂരകളിൽ, അവൻ്റെ നാട്ടുപുറത്ത്, അവൻ്റെ ഗ്രാമപ്രദേശത്ത് ഉണ്ടാകുന്ന വിഷമങ്ങളിൽ ഒരു ഭാഗമാകാൻ കഴിയണം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളുകളാണ്. അന്നെല്ലാം ഞങ്ങൾ കേന്ദ്രീകൃതമായി വെച്ചിട്ടുള്ളത് ഗ്രാമീണ ചെറുപ്പക്കാരെയാണ് എന്നുള്ള സത്യം മറക്കുന്നുമില്ല. അതുതന്നെയാണ് PJ കുര്യൻ പറഞ്ഞ വാക്കുകളെ ഒരു വിമർശനം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഉപദേശം എന്നപോലെ കരുതണം എന്നുള്ള കാര്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ അദ്ദേഹം പറയുന്നത്. ഇപ്പോഴുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.